ഹലോ ഗൈസ്, വെൽക്കം ടു വാക്ക് വിത്ത് വിൻ യൂട്യൂബ് ചാനൽ. ഇന്ന് മൂന്നാറിലെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ്. തലേ ദിവസത്തെ ക്ഷീണവും ഇന്ന് രാവിലെയുള്ള നല്ല തണുപ്പും കാരണം കൊണ്ട് തന്നെ കുറച്ചധികം നേരം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് എണീറ്റ് ഇവരെ വിളിച്ച് എണിപ്പിക്കുന്നത് തന്നെ എനിക്ക് വലിയൊരു ടാസ്ക് ആയിരുന്നു. പിന്നെ ഞാൻ ഇവരെ വിളിച്ച് എണിക്കാതായപ്പോൾ കുറച്ച് നേരം കർട്ടനെല്ലാം നീക്കി പുറത്തെ വ്യൂ എല്ലാം കണ്ടു നിന്നു. നല്ല റിലാക്സേഷൻ ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു. എനിക്കെന്തോ ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ട് തോന്നി. അത് കഴിഞ്ഞ് പിന്നെ 8 മണി തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഇന്നലെ രാത്രി നോട്ടീസ് ബോർഡിൽ നോക്കിയപ്പോൾ ഇൻസ്ട്രക്ഷൻസിലുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് തന്നെ വീട്ടിലേക്ക് തിരിക്കേണ്ടതായിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറ്റി ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളിത് ഇറങ്ങുകയാണ്. ഫുഡ് കഴിച്ച് വന്നിട്ട് വേണം റൂമും കാര്യങ്ങളൊക്കെ വെക്കേറ്റ് ചെയ്യാനായിട്ട്. ഇതിനോടകം തന്നെ നമ്മുടെ സേർക്കുട്ടി ഇവിടുത്തെ എല്ലാ റൂട്ടും കാണാപ്പാടാക്കിയിട്ടുള്ളതുകൊണ്ട് തന്നെ സേർക്കുട്ടിയുടെ അപ്പ പറഞ്ഞു, ഞാൻ വീഡിയോ എടുത്തിട്ട് വരാം, നീ അവളെ പിടിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവളുടെ പിന്നാലെ ഓട്ടോ ആയി. സേർക്കുട്ടി ഇപ്പോൾ പഴയ പോലെയൊന്നുമല്ല, നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കണ ആൾക്ക്. അതുകൊണ്ട് തന്നെ അവളെ പിടിച്ചു നിർത്താന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ഹെവി ടാസ്ക് ആയിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിടത്ത് എത്തി. ഞാൻ പൂരിയും ഇഡ്ഡലിയും കുറച്ച് കടലക്കറിയുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സേർക്കുട്ടിക്കും ഞാൻ കുറച്ച് അതിൽ നിന്ന് കൊടുത്തു. ആളും അത്യാവശ്യത്തിന് കഴിച്ചു. പിന്നെ പുഴുങ്ങിയ മുട്ടയും 2 തരം ജ്യൂസും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വിഭവങ്ങൾ ഇഷ്ടം പോലെ ആയിരുന്നു വേണം പറയാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റും അവിടുത്തെ ഫുഡും കാര്യങ്ങളും ഇന്നലത്തെ ആണെങ്കിലും അടിപൊളിയായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മുകളിലേക്കൊന്ന് പോയി അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു. ഇന്നലെ നൈറ്റ് വ്യൂ കണ്ട കാരണം കൊണ്ട് തന്നെ ഇന്ന് എനിക്ക് പകൽ വ്യൂ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഇവിടെ ഹോട്ട് എയർ ബലൂൺ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിരുന്നു. എനിക്കൊരു അത്ഭുതമായിരുന്നു അത് കാണുമ്പോൾ. ഞാനിങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും അത് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റിസോർട്ടിൻ്റെ എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ റൂമും കാര്യങ്ങളൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇതാ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി പകുതി വഴി എത്തിയപ്പോഴേക്കും സേർക്കുട്ടി പിന്നെയും തിരിച്ച് ഓടാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സേർക്കുട്ടിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായി. കുറേ ഓടാൻ സ്ഥലമുണ്ട്, കുറേ നടക്കാൻ സ്ഥലമുണ്ട്, കുറേ ബേബീസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി തോന്നുന്നു. അപ്പം അങ്ങോട്ട് വരുമ്പോൾ സേർക്കുട്ടി അങ്ങോട്ട് പോവുമായിരുന്നു. പിന്നെ അപ്പം സേർക്കുട്ടിയുടെ പിന്നാലെ ഓട്ടോ ആയിരുന്നു. പിന്നെ വലിച്ചെടുത്തുകൊണ്ട് വന്ന് നമ്മൾ കാറിൽ കയറ്റി. അങ്ങനെ നമ്മൾ ടീ ഹിൽസ് റിസോർട്ടിന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ വന്നപ്പോൾ ഹോട്ട് എയർ ബലൂൺ കുറച്ചും കൂടി അടുത്തുനിന്ന് കാണാൻ പറ്റി. അപ്പം ഞങ്ങൾ അതിനെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം വണ്ടിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു കേട്ടോ. ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് ഇപ്പോൾ മൂന്നാറിൽ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കുറച്ച് മുകളിലൊക്കെ പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടേക്ക് തന്നെ പിന്നെയും പോയി ഇനി കുറച്ചധികം കാര്യങ്ങൾ കവർ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. മറയൂര് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ നല്ല ട്രാഫിക്കായിരുന്നു. പോരാത്തതിന് സൺഡേയും കൂടിയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഈ തേയിലത്തോട്ടം കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരുന്നാലും ഞാൻ ഹാപ്പി ആയിരുന്നു. അത്രയ്ക്കും ഭംഗിയായിരുന്നു ഇവിടുത്തെ ഈ ഓരോ കാര്യങ്ങൾക്കും. മരങ്ങൾക്കാണെങ്കിലും തേയിലത്തോട്ടത്തിനാണെങ്കിലും കുന്നുകൾക്കും മേഘങ്ങൾക്കും എല്ലാം ആയാലും നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് തരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം തന്നെ ചുറ്റിത്തിരിഞ്ഞു. കാരണം ഞങ്ങൾക്ക് കറക്റ്റ് വഴിയും കാര്യങ്ങളൊന്നും അങ്ങനെ അധികം അറിയുന്നുണ്ടായിരുന്നില്ല. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടൊക്കെയാണ് പോയിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും ഞങ്ങൾ അങ്ങനെ ഇന്നൊരു സ്ഥലം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മറയൂരായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം. പക്ഷേ അവിടേക്ക് ബ്ലോക്ക് കാരണം ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം പിന്നെയും മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. പ്രകൃതിയുടെ ഭംഗി എന്നൊക്കെ പറയാൻ ശരിക്കും ഇതാണ് കേട്ടോ. ശരിക്കും എന്താ പറയുക, ഇവിടെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ ഇവിടുത്തെ തണുപ്പും കാര്യങ്ങൾ കൊണ്ട് തന്നെ അത്ര ഒരു സുഖം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും നമ്മളിടയ്ക്ക് വരുന്ന സഞ്ചാരികളാണല്ലോ, അതുകൊണ്ടായിരിക്കാം നമുക്ക് ഇത്രയും ഒരു സന്തോഷവും പോസിറ്റീവ് വൈബും കാര്യങ്ങളൊക്കെ ഉള്ളത്. കാരണം 2 ദിവസം ജോലിയിലത്തെ പ്രഷറും വീട്ടിലെ പ്രഷറും എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ എങ്ങടെയെങ്കിലും പോകുമ്പോൾ നമ്മളുടെ മൈൻഡും എല്ലാം റിലാക്സ് ആയിട്ട് മാറിക്കോളും എന്നാണ് എനിക്ക് ഈ യാത്രയിൽ നിന്ന് മനസ്സിലായത്. കാരണം ഞാനിങ്ങനെ എപ്പോഴും ടൂർ പോകുന്ന ആളൊന്നുമല്ല, പക്ഷെ ടൂർ പോവാറുണ്ട്. എല്ലാ ഓണത്തിനും അപ്പച്ചൻ്റെ കുറുക്കമ്പനിയിൽ നിന്ന് ഞങ്ങൾ എല്ലാ കൊല്ലവും എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും ടൂർ പോകാറുണ്ട്. ഈ കൊറോണയുടെ ടൈമിലാണ് ഞങ്ങൾ ടൂർ പോകാണ്ടായതെന്ന് വേണം പറയാൻ. അതുകൊണ്ട് മുന്നേ ഇവിടെ മൂന്നാറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി കുറേ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറേ നാളത്തെ കുറേ വർക്ക് പ്രഷറും വീട്ടിലെ പ്രഷറും കാര്യങ്ങളും എല്ലാത്തിനും മാറി നിന്ന് നമ്മളുടെ മൈൻഡ് ഫുള്ള് റിഫ്രഷ്ഡ് ആയിട്ട് തീരും. അത് നമ്മളുടെ ഫേസിലും നമ്മളുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കും.
നമ്മളിപ്പോൾ വലിയ വലിയ ടൂറുകളായിരിക്കും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ പോലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ടൂറാണെങ്കിലും നമുക്കതിൽ നിന്ന് നല്ലൊരു എനർജി കിട്ടുന്നത് തന്നെയാണ് എനിക്ക് ഈ യാത്ര കൊണ്ട് മനസ്സിലായത്. നിങ്ങളും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ പോയി നോക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവൂ. അങ്ങനെ ഞങ്ങൾ ഗ്യാപ്പ് റോഡ് പോകാമെന്ന് വിചാരിച്ചിട്ട് റൂട്ട് മാപ്പ് ഇട്ടതാണ്. പക്ഷേ വേറെ ഏതോ ചെറിയ വഴികൾ കൂടിയൊക്കെയാണ് ഞങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് വഴി പറഞ്ഞു തന്നത്. പക്ഷേ അതിലും കുറച്ചധികം നല്ല വ്യൂവും കാര്യങ്ങളും കാണാൻ പറ്റിയെന്ന് വേണം പറയാനായിട്ട്. കാരണം സ്ട്രെയിറ്റ് ഒരു റോഡ് ഉണ്ടായിരുന്നു, കറക്റ്റായിട്ടുള്ള റോഡ്. അതുകൂടെ പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇതുപോലത്തെ റോഡും കാര്യങ്ങളൊന്നും ഞങ്ങൾ കണ്ടേനില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു ടെൻഷനായിരുന്നു, കാരണം ആരും ഇല്ലാത്തൊരു വഴി അങ്ങനെയൊക്കെ കണ്ടപ്പോൾ പിന്നെ അറിയാത്ത സ്ഥലവും കാര്യങ്ങളും കൂടി ആയപ്പോൾ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചധികം പോയപ്പോൾ പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. കാരണം ആരുമില്ലാത്ത ഈ വഴി കൂടെ പോകുമ്പോൾ എന്തോ ഒരു ടെൻഷൻ, കാരണം ഞാനുണ്ട്, ഉണ്ണിയുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന് ഒരു വഴിയിലേക്ക് കയറിയപ്പോൾ നല്ല അടിപൊളി റോഡ് കണ്ടു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് പകുതി സമാധാനമായി. ഇനി നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കാറും ട്രാവലേഴ്സിനെയും എല്ലാത്തിനും കാണാനുണ്ട്. അപ്പോൾ തന്നെ ഒരു സമാധാനമായിട്ടാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്ട്രെയിറ്റ് ഗ്യാപ്പ് റോഡ് പിടിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഒരു നല്ല വ്യൂ ഉള്ള പ്ലേസിലെത്തി. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ചൊന്ന് ഇറങ്ങിയൊന്ന് നടന്നിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചു. ഡിസംബറിലായതുകൊണ്ട് തന്നെ ഞാൻ സുഹൃത ജപം വെച്ചിട്ടുള്ള ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സേറുകുട്ടിയും ഞാനും കുറച്ച് നേരം കോട്ടൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കായിരുന്നു. അവിടെ അത്യാവശ്യം ആ റോഡിൻ്റെ സൈഡിൽ സ്പേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു. കുറച്ചുകൂടെ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഏതാ സ്ഥലം എന്നൊന്നും പറഞ്ഞു തരാനുള്ള വലിയ ഐഡിയ ഒന്നും എനിക്കില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഫ്ലോയിൽ. എവിടെയാണ് ചെന്നെത്തണേ അവിടെ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട്. നേരത്തെ പോയ റോഡ് ഇത്തിരി ആരുമില്ലാത്തൊരു സ്പേസ് ആയതുകൊണ്ട് തന്നെ ആണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഇപ്പോൾ അടിപൊളി റോഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ സെറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല. അപ്പോഴാണ് അവിടുത്തെ ഇങ്ങനെ കല്ലുകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ കല്ലുകളുമേ ഗ്യാപ്പ് റോഡ് എന്നൊക്കെ എഴുതി കാണുന്നുണ്ടായിരുന്നത്. ഇത്ര ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തുന്നുള്ള അങ്ങനത്തെ ബോർഡുകളൊക്കെ. അപ്പോൾ തന്നെ ഹാപ്പി. പിന്നെ ഞങ്ങൾ വെച്ച് പിടിച്ചു ഗ്യാപ്പ് റോഡ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഒരു മുകളിൽ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇരിക്കാം എന്നൊക്കെ വിചാരിച്ചു. ഓൾറെഡി ഞങ്ങൾ ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കാറിൽ വന്നിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കാണെങ്കിലും ഒന്ന് പുറത്തൊക്കെ എനിക്ക് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഒരു സുഖമാണല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങളും ഇങ്ങനെ ഓൾറെഡി കുറേ നേരം ഇങ്ങനെ കാറിലിരുന്നിട്ട് വയ്യാണ്ടായി. സോ കുറച്ച് നേരം ഇറങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സേറുക്കുട്ടിക്ക് വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും ബാക്കി ഉണ്ടായിരുന്ന സ്നാക്സൊക്കെ എടുത്ത് ഞാൻ കഴിച്ചു തുടങ്ങി. കാരണം നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. രാവിലെ ആ ഫുഡും കൂടി കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വയ്യാണ്ടായേനെ. വെറുതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഉച്ച കഴിഞ്ഞൊരു 3 മണിക്ക് ആവാറായി, എന്നിട്ടും ഫുഡും കാര്യങ്ങളൊന്നുമില്ല. കാരണം അവിടെ അധികം കടകളും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു മെയിൻ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഞാൻ കസാരയും കാര്യങ്ങളൊക്കെ ഒന്ന് സ്ഥാപിച്ച് ബാക്കി ഞങ്ങളുടെ കാറിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് തട്ടാമെന്ന് വിചാരിച്ചു. സീറുക്കുട്ടിക്കും പിന്നെ ഫുഡ് രാവിലെ കഴിച്ച ഫുഡ് തന്നെയാണ്. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്നാക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഇരിക്കാനായിട്ട് നല്ലൊരു സുഖമായിരുന്നു. നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ അവിടെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇരുട്ടാവുമ്പോഴേക്കും താഴ്ത്തിക്ക് ഇറങ്ങണം എന്ന് അവിടെയുള്ള എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. സേറുക്കുട്ടിക്ക് നല്ലോണം വിശന്ന് തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ സേറുക്കുട്ടിക്ക് മെയിനായിട്ട് ഫുഡും വെള്ളവും ഒക്കെ കൊടുക്കേണ്ട തിരക്കിലായിരുന്നു ഞാൻ. പിന്നെ ഞാനും ഡിവോൻ ചേട്ടനും ഇങ്ങനെ വന്നതിനെ കുറിച്ചും ഇനി നെക്സ്റ്റ് ട്രിപ്പ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ കാറിലല്ലേ ഇപ്രാവശ്യം വന്നേ, നെക്സ്റ്റ് ടൈം വരുമ്പോൾ വണ്ടിയും കൊണ്ട് നമുക്ക് 2 പേർക്കും വരാം, ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കോൺവെർസേഷൻസ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് സേറുക്കുട്ടിയും ഞാനും കൂടിയിട്ടുള്ള കുറച്ചധികം ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നൈസായിട്ട് ഇങ്ങനെ എടുത്തു കേട്ടോ.
സേറുക്കുട്ടിക്ക് കുറച്ച് വെള്ളവും അണ്ടിപ്പരിപ്പും കുറച്ചധികം സ്നാക്സും എല്ലാം കഴിച്ചപ്പോൾ തന്നെ അത്യാവശ്യം ഉഷാറായിട്ടാണ്. കാരണം വണ്ടിയിലിരുന്ന് അവൾക്ക് കഴിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ പുറത്തിറങ്ങി ഇങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ കസേരയിലൊക്കെ ഇരുന്നപ്പോൾ ആശാത്തി തന്നെ ഇരുന്ന് ഓരോന്ന് പെറുക്കി കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ചധികം ടൈമായി. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങാം. അപ്പോൾ കസേരയും കാര്യങ്ങളൊക്കെ മടക്കി കാറിൽ എടുത്തു വെച്ച് ഇനി നെക്സ്റ്റ് ട്രിപ്പ് എങ്ങോട്ടാവണമെന്നുള്ള ഫുൾ ഐഡിയാസും പ്ലാൻസും എല്ലാം ഞങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടാണ് ദേ അവിടെ നിന്ന് ഇറങ്ങണത്. അത് എത്രത്തോളം പ്രാക്ടിക്കലാവുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ കോൺവെർസേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഗ്യാപ്പ് റോഡ് എത്തി. അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, അത്ര അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ അവിടെ കുറച്ച് കടകളും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചു. മുട്ട കുത്തിപ്പൊരിച്ചതും മാഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങളിതേ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് പോരാ ശരിക്കും തോന്നുന്നുണ്ടായിരുന്നില്ല, അത്രയും ബ്യൂട്ടി ആയിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ദേവികുളം പ്ലാസ, ടോൾ പ്ലാസയാണ്. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കാറൊക്കെ ഒന്ന് സൈഡാക്കി കുറച്ച് നേരം ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. സേർക്കുട്ടി അപ്പയും കൂടി അവിടെ നിന്ന് കളിയായിരുന്നു. അവിടുത്തെ ടോള് ഭയങ്കര നിസ്സാരമായിരുന്നു, പക്ഷെ റോഡുകളൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ KSRTCയുടെ ഉല്ലാസയാത്ര എന്ന് പറയുന്ന ബസ് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു നെക്സ്റ്റ് ഇനി ഉല്ലാസയാത്ര KSRTCയിൽ പോകണമെന്ന്. അതിൻ്റെ പ്ലാൻ അടുത്തതായിട്ട് വരുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ കാറും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് തന്നെ ഈസി ആയിട്ട് ഇങ്ങനെ ഓരോ ഉല്ലാസയാത്ര എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ട്രിപ്പാണ് KSRTCക്ക് ഉള്ളത്. അതിൻ്റെ കോർഡിനേറ്റേഴ്സായിട്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും. ഞങ്ങളിപ്പോൾ ഇടയ്ക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ ഒഴിവായ ദിവസമാണെങ്കിൽ നമ്മൾ പോവും. അങ്ങനെയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാറിനോട് പതുക്കെ വിട പറയാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ മൂന്നാറിൻ്റെ ഏറ്റവും പണ്ടത്തെ സ്ഥലങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് എത്തി തുടങ്ങി. കാരണം ഞങ്ങൾ ഈ വഴിയല്ല വന്നിട്ടുണ്ടായിരുന്നത്, വേറെ വഴിയായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ടത്തെ മൂന്നാറിനൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം ടൂർ പോകുന്ന സമയത്ത് ഫസ്റ്റ് ഇവിടേക്കാണ് വരിക. ഇവിടെ നിന്നാണ് നമ്മൾ ടൂറും കാര്യങ്ങളൊക്കെ തുടങ്ങാറ്. പക്ഷേ ഈ പ്രാവശ്യം ടൂർ വന്നപ്പോൾ ലാസ്റ്റാണ് ഈ പ്ലേസിലേക്ക് എത്തിയെന്ന് വേണം പറയാൻ. അങ്ങനെ ഞങ്ങൾ മല ഇറങ്ങുകയാണ്. പതുക്കെ ഇറങ്ങി ഇനി വീട്ടിലേക്കുള്ള പോക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ ജോലിക്ക് പോകണം, ഇനിയിപ്പോൾ വീട്ടിലെ കാര്യങ്ങളായി, അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഇവിടുന്ന് പോകാനേ തോന്നണില്ല. മൂന്നാറും ഇരുട്ടിലായി തുടങ്ങി. കോടയൊക്കെ ഇറങ്ങി തുടങ്ങി. മേഘങ്ങളൊക്കെ ഇങ്ങനെ താഴെ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.